ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കപ്പ് അളവിൽ പച്ചരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നന്നായിട്ട് തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതൊരുപാട് തിക്ക് അല്ലാത്ത കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇത് ചൂടാറാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 വെല്ലാണ് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3-4 ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ്. ഒരു പഴം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പഴം ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റുന്ന പരുവാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇളക്കി വെച്ചിട്ടുള്ള മാവ് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഇത് കണ്ടോ, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലാണ് ഈ മാവ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു വാഴേൻ്റെ ഇലയിൽ ഇതുപോലെ നൈസായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിക്ക് വെച്ച് കൊടുക്കാം. ഞാനിതാ ഇവിടെ ആവിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മൂടി വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.